everyone, welcome to the video. ഇന്ന് നമ്മൾ ഒരു proof ആണ് ചെയ്യാൻ പോകുന്നത്. Prove that cube of any positive integer greater than 1 can be represented as a difference of the squares of two positive integers. ഒളിമ്പ്യാഡ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന മക്കളാണെങ്കിൽ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്, അപ്പോൾ ഇത് നമ്മളൊരു സിമ്പിൾ ക്വസ്റ്റൻ ആണ് ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ ക്വസ്റ്റനിലൂടെ നമ്മൾ ഒരുപാട് സ്കിൽ സെറ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ക്വസ്റ്റൻ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഫസ്റ്റ് നമുക്ക് ക്വസ്റ്റൻ എന്താണെന്ന് മനസ്സിലാക്കാം. Prove that the cube of any positive integer greater than 1 can be represented as a difference of the squares of two positive integers. എന്ന് വെച്ചാൽ ഇപ്പോൾ ഗ്രേറ്റർ ദാൻ 1 ആയിട്ടുള്ള ഒരു നമ്പർ, ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ഏതാണ്? ഗ്രേറ്റർ ദാൻ 1 ആയിട്ടുള്ള ഏറ്റവും ചെറിയ പോസിറ്റീവ് ഇൻറ്റിജർ 2 ആണ് അല്ലേ? സോ 2ൻ്റെ ക്യൂബ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റണം? രണ്ട് നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സിൻ്റെ ഡിഫറൻസ് ആയിട്ട് അതിനെ എഴുതാൻ പറ്റണം. സോ 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ 8 ആണ് അല്ലേ? സോ 8 നമുക്ക് എങ്ങനെ എഴുതാം? 9 മൈനസ് 1 എന്ന് എഴുതാൻ പറ്റും. 9 എന്ന് പറഞ്ഞാൽ 3 സ്ക്വയർ ആണ്, 1 എന്ന് പറഞ്ഞാൽ 1 സ്ക്വയർ ആണ്. സോ രണ്ട് നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സിൻ്റെ ഡിഫറൻസ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റി അല്ലേ? ഇനി 3 എന്നുള്ള നമ്പർ എടുക്കുകയാണെങ്കിലോ 3 ക്യൂബ് എന്ന് പറഞ്ഞാൽ 27 ആണ്. സോ 27 ക്യാൻ ബി റിട്ടൺ ആസ് 36 മൈനസ് 9 എന്ന് എഴുതിക്കൂടെ? 36 എന്ന് പറഞ്ഞാൽ 6ൻ്റെ സ്ക്വയർ ആണ്, 9 എന്ന് പറഞ്ഞാൽ 3ൻ്റെ സ്ക്വയർ ആണ്. സോ ഇങ്ങനെ എല്ലാ നമ്പേഴ്സിൻ്റെയും എഴുതാൻ പറ്റും എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. സോ ലെറ്റ്സ് ടേക്ക് ദിസ്. നമുക്ക് ഒരു റാൻഡം, അതായത് n ജനറൽ ആയിട്ട് നമുക്ക് n എന്ന് എടുക്കാം. ഓക്കെ, സോ n ക്യൂബിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റണം? a സ്ക്വയർ മൈനസ് b സ്ക്വയർ എന്ന് എഴുതാൻ പറ്റണം. where a and b are integers. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ഇവിടെ n ഗ്രേറ്റർ ദാൻ 1 ആണെന്ന് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട് അല്ലേ? ഇറ്റ്സ് എ പോസിറ്റീവ് ഇൻറ്റിജർ ഗ്രേറ്റർ ദാൻ 1. ഇത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറയുന്നത് നമുക്കൊരു ഫേമസ് ഈസി ആയിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി ആണ് അല്ലേ? എന്താണ്? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, റൈറ്റ്? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. ഇനി n ക്യൂബിനെ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുമോ? n ക്യൂബിനെ നമുക്ക് എങ്ങനെ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റും? ഞാൻ ഇങ്ങനെ എഴുതിക്കോട്ടെ. ദാറ്റ് ഈസ് n സ്ക്വയർ ഇൻറ്റു n എന്ന് എഴുതിയാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ലല്ലോ. സോ n സ്ക്വയർ ഇൻറ്റു n എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ എന്താണ്? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ്. അപ്പോൾ ഇവിടെ എ പ്ലസ് ബി എന്നുള്ളത് n സ്ക്വയറും എ മൈനസ് ബി എന്നുള്ളത് n എന്ന് നമുക്ക് ഇക്വേറ്റ് ചെയ്ത് നോക്കാം അല്ലേ? അതായത് ഇത് n സ്ക്വയറും ഇത് n ഉം ആണ്. n സ്ക്വയർ ഇൻറ്റു n ആണെന്ന് വിചാരിക്കാം. സോ ദിസ് ഇസ് a plus b is equal to n square and a minus b is equal to n. ഓക്കെ അല്ലേ? ഇനി നമുക്ക് എയും ബിയും കണ്ടുപിടിച്ചാലോ? ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാം. ഈ രണ്ട് ഇക്വേഷൻസും കൂടെ ആഡ് ചെയ്യാം. ആഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? 2a is equal to n square plus n, അല്ലെങ്കിൽ a is equal to n square plus n by 2 എന്ന് കിട്ടും അല്ലേ? ഇനി ഞാൻ n കോമൺ ആയിട്ട് എടുക്കുകയാണ്. സോ n ഇൻറ്റു n പ്ലസ് 1 ബൈ 2. ഇത് ഓക്കെയാണ് അല്ലേ? അങ്ങനെയെങ്കിൽ ബി എന്തായിരിക്കും? വാട്ട് ഈസ് ബി? ബി ഈസ് ഈക്വൽ ടു n അല്ലെങ്കിൽ a മൈനസ് n എന്ന് എഴുതാം അല്ലേ? a മൈനസ് n. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ബി എന്താണെന്ന് എഴുതാം അല്ലേ? വാട്ട് ഈസ് ബി? ബി ഈസ് a മൈനസ് n. അപ്പോൾ എ എന്തായിരുന്നു? എ ഈസ് നത്തിങ് ബട്ട് n സ്ക്വയർ പ്ലസ് n ബൈ 2. n സ്ക്വയർ പ്ലസ് n ബൈ 2 മൈനസ് n. n സ്ക്വയർ പ്ലസ് n മൈനസ് 2n ഡിവൈഡഡ് ബൈ 2 അല്ലേ? സോ ദിസ് ബിക്കംസ് n സ്ക്വയർ n മൈനസ് 2n എന്ന് പറയുമ്പോൾ മൈനസ് n എന്ന് വരും, ഡിവൈഡ് ബൈ 2. ഇനി n പുറത്തെടുത്താലോ? n ഇൻറ്റു n മൈനസ് 1 ബൈ 2. സോ ഇവിടെ എയും ബിയും നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ നമുക്ക് n ക്യൂബിന് എങ്ങനെ എഴുതാം? n ക്യൂബ് ക്യാൻ ബി റിട്ടൺ ആസ് a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. സോ a എന്തായിരുന്നു? n ഇൻറ്റു n പ്ലസ് 1 ബൈ 2 അല്ലേ? n ഇൻറ്റു n പ്ലസ് 1 ബൈ 2 അതിനെ നമ്മൾ സ്ക്വയർ ചെയ്യണം. മൈനസ് ബി എന്താ? ബി എന്ന് പറഞ്ഞാൽ n ഇൻറ്റു n മൈനസ് 1 ബൈ 2. അപ്പോൾ അതിനെയും സ്ക്വയർ ചെയ്യണം. ഓക്കെ അല്ലേ? യെസ്.
ഇനി ഇവിടെ നമുക്കിപ്പോൾ എന്താ കിട്ടിയത്? എൻ ക്യൂബിന് 2 നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സിൻ്റെ ഡിഫറൻസ് ആയിട്ട് എഴുതാൻ പറ്റും എന്ന് കിട്ടി. പക്ഷേ ഇത് ഇൻറ്റിജർ ആണോ? ഇത് ഇൻറ്റിജർ ആണോ? അത് നമ്മൾ പ്രൂവ് ചെയ്തിട്ടില്ല അല്ലേ? അപ്പോൾ ഇത് ഇൻറ്റിജർ ആണോ എന്ന് നമുക്കിവിടെ നോക്കിയിട്ട് തന്നെ പറയാം. ഇത് എൻ എന്നുള്ള നമ്പർ അല്ലേ? ഇത് n+1. n ഇസ് ഗ്രേറ്റർ ദാൻ 1 എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ എന്നിൻ്റെ വാല്യൂ, നെക്സ്റ്റ് വാല്യൂ, ഏറ്റവും ചെറിയ വാല്യൂ എന്തായിരിക്കും? 2 എന്നുള്ളതായിരിക്കും നെക്സ്റ്റ് വാല്യൂ വരിക അല്ലേ? അപ്പോൾ ഇവിടെ ഈവൺ നമ്പർ ആണെങ്കിൽ, n ഈവൺ നമ്പർ ആണെങ്കിൽ ഇതെന്തായിരിക്കും? ഇത് 2 അല്ലെങ്കിൽ ഏതെങ്കിലും ഈവൺ നമ്പേഴ്സ് ആയിരിക്കും. സോ ഇതെന്തായും ഡിവൈഡ് ചെയ്ത് പോവും. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഫ്രാക്ഷൻ ഒന്നും കിട്ടില്ല. ദിസ് വിൽ ബി എ ഇൻറ്റീജർ. ഇനി n ഓഡ് ആണെങ്കിലോ? n ഓഡ് ആണെങ്കിൽ ഇത് ഓഡായിരിക്കും. n+1 എന്നുള്ളത് ഈവൺ ആയിരിക്കും. അപ്പോഴും ഈ 2 ക്യാൻസൽ ഔട്ട് ചെയ്ത് പോകും അല്ലേ? സോ ഇതെന്തായാലും ഇൻറ്റിജർ ആണ് അല്ലേ? ദിസ് ഇസ് എ. ഇനി അതുപോലെ ഇവിടെ എടുത്ത് നോക്കുകയാണെങ്കിലും n എന്ന് പറയുന്നത് എന്താണ്? n എന്ന് പറയുന്നത് ഓഡ് ആണെങ്കിൽ ഇത് ഈവൺ ആയിരിക്കും. n-1 അതിൻ്റെ തൊട്ട് മുന്നത്തെ നമ്പർ എന്തായാലും ഈവൺ ആയിരിക്കും. അപ്പോഴും നമുക്കിത് ക്യാൻസൽ ഔട്ട് ചെയ്ത് പോവാം. ഇനി n എന്നുള്ളത് ഓഡ് ആണെങ്കിൽ ഇത് ഈവൺ ആണ്. ഇനി ഈവൺ ആണെങ്കിൽ എന്തായിരിക്കും? ഇത് ഓഡ് ആയിരിക്കും. തിരിച്ചും വരും. ദാറ്റ് മീൻസ് ഇതും എന്താണ്? ഇൻറ്റിജർ തന്നെയാണ്. അതുപോലെ തന്നെ n ഇസ് ഗ്രേറ്റർ ദാൻ 1 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഗ്രേറ്റർ ദാൻ 1 ആയിട്ടില്ല, അല്ലെങ്കിൽ 2 തൊട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, സോ ഇവിടുന്ന് നമുക്ക് എന്ത് കിട്ടി? ഇവിടുന്ന് നമ്മുടെ പ്രൂഫ് നമ്മൾ ചെയ്തു അല്ലേ? അതായത് എനി പോസിറ്റീവ് ഇൻറ്റിജർ ഗ്രേറ്റർ ദാൻ 1 ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് ഡിഫറൻസ് ഓഫ് ദി സ്ക്വയേഴ്സ് ഓഫ് പോസിറ്റീവ് ഇൻറ്റിജർ എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു അല്ലേ? യെസ്, ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.